ഇന്ന് രാവിലെ അഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ കുർബാന കഴിഞ്ഞിറങ്ങിയ 2 പേരെ തെരുവുനായ ആക്രമിച്ചു. അവർക്ക് 2 പേർക്കും പരിക്കുണ്ട്. അവർ ജില്ലാശുപത്രിയിലൊക്കെ പോയി കുത്തിവെടുക്കാൻ പോയിട്ടുണ്ട്. അതിനുശേഷം ആ നായി കൈതപ്പാന ഭാഗത്തേക്കാണ് ഓടിയത്. അവിടുന്ന് ഓടി വന്ന എറിയാട് SNDPയുടെ അകത്തേക്ക് കയറി. അവിടെ നിന്ന് ബാലവേദി ക്ലാസ്സൊക്കെ നടക്കാനാണ്. കുട്ടികളെല്ലാം പേടിച്ച് ഷട്ടറിട്ട്. അതിനുശേഷം നേരെ വന്നത് ബദാം സ്ക്വയറിന് അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് മീനർ റൂട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. എറിയാട് SNDPയുടെ അവിടുന്ന് പിന്നെ ആൾക്കാർ ഓടിച്ചു വിട്ടപ്പോൾ തന്നെ പിന്നെ വന്നത് വെട്ടത്തുപോലെ മീനടൻ റോഡിൽ ബദാം സ്ക്വയറിന്റെ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അഞ്ചേരി രാവിലെ തൊട്ട് ഇതിനെ തപ്പി നടന്ന ആൾക്കാർ, അഞ്ചേരിയിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അവർ മറ്റുള്ള ഒരാൾക്കും ഇതിന്റെ കടിയേക്കാതിരിക്കാൻ വേണ്ടി അവർ അന്നേരം തൊട്ടേ ഇതിന്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പിടിക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിച്ച് ചോദിച്ചു. അതോടൊപ്പം തന്നെ പോലീസിലും അറിയിച്ചു. പക്ഷേ അവരുടെ 2 പേരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു നടപടിക്രമങ്ങളില്ല. കാരണം ഇങ്ങനെയുള്ള ഇതിനെ പിടിക്കാൻ വേണ്ടി ഫയർഫോഴ്സിനും സംവിധാനം ഇല്ല, പോലീസിനും സംവിധാനം ഇല്ല. അവർ പറയുന്നു വാർഡ് മെമ്പറെ അറിയിക്കാൻ പറയുന്നു, അതുപോലെ പഞ്ചായത്തിൽ അറിയിക്കാൻ പറയുന്നു, അതുപോലെ പട്ടിപിടുത്തക്കാരെ അറിയിക്കാൻ പറയുന്നു. അങ്ങനെ ഇതിനൊരു വേറൊരു പോംവഴിയൊന്നുമില്ല. ഇങ്ങനെ പെട്ടെന്നൊരു തെരുവുനായയുടെ ആക്രമണമോ അതുപോലെ പേപ്പട്ടിയുടെ ഒരാക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും ജനങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേറെ ഒരു പെട്ടെന്നുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഒന്നും വിളിച്ചിട്ട് ആരും ഫോൺ പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം ഇത് വരുന്നവരെല്ലാം ഇത് കടിക്കുകയാണ്. ഇതിന് പേ ഉണ്ടോയെന്ന് സംശയമാണ്. ഇതിപ്പം തൊട്ട് സമീപത്ത് തോപ്പിൽ എന്ന് പറഞ്ഞൊരു വീട്ടിന്റെ മുറ്റത്തേക്കാണ് ഇത് ഓടി കയറിയത്. അവിടെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അവർക്കിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം കഴിക്കും. പിന്നെ അവിടുന്ന് അന്നേരം തന്നെ ഓടിച്ച് നേരെ ഇവിടെ വന്നു. കിട്ടിയില്ല. നേരെ പിന്നെ അത് പൊങ്ങമ്പാറയിലേക്കാണ് വന്നത്. നമ്മുടെ നേരെയല്ല, ഇത് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പൊങ്ങമ്പാറ വന്ന് ഇവിടെ കോമടത്ത് എന്ന് പറഞ്ഞൊരു വീടുണ്ട്, അവരുടെ പറമ്പിലേക്കാണ് വന്ന് കയറിയത്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞ് കഥ കടച്ച് പെരയ്ക്കകത്ത് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു, വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ്. അവരും എല്ലാം ആകപ്പാടെ പേടിച്ചു പോയി. കാരണം ഇത് ഇങ്ങനെ ഒരു അക്രമ സ്വഭാവമുള്ള സാധനമല്ലേ. അപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടും രക്ഷയില്ല, പോലീസിനെയും വിളിച്ചിട്ടും രക്ഷയില്ല, വിളിക്കേണ്ട ആൾക്കാരെ മുഴുവൻ വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഒരു പോംവഴിയിലാണ്. വീട്ടുകാരും ഭയന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് എന്നാൽ കുരുക്കിട്ട് ഇവിടെ എവിടെയും പിടിച്ച് കെട്ടിയിടാൻ വേണ്ടി നോക്കി. അത് നേരെ വീടിൻ്റെ പുറകുവശത്ത് പോയി അവിടെ കിടക്കുകയായിരുന്നു. പിന്നെ വന്ന് ഈ കാറിൻ്റെ സമീപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുരുക്കിട്ട് പിടിക്കാൻ വേണ്ടി ഇത് വീണ്ടും നോക്കി. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടാമെന്നുള്ള കണക്കൂട്ടിലാണ് കുരുക്കിടാൻ നോക്കിയത്. എന്നാൽ കുരുക്കിൻ്റെ അകത്തുനിന്ന് അവൻ ചാടിപ്പോയി. അടിക്കണ്ട. ഇതിനെ തല്ലിക്കൊല്ലാനും മേലാത്തൊരു സാഹചര്യമാണ്. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് കേസാണ്. കടിച്ച ആര് മരിച്ചാലും അതിന് കേസും ഇല്ല. നിങ്ങൾക്കറിയാം, ഇപ്പം പല സ്ഥലങ്ങളിലും തെരുവുനായയുടെ ആക്രമണം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കാടാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് അവൻ ഇറങ്ങിപ്പോയി. കുഴിക്കിട്ട് പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അവൻ അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഈ തെരുവുനായയുടെ കടിയേറ്റ സണ്ണി തോമസ് ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിനിട്ടാണ് കടി കിട്ടിയ, കാലിനിട്ടാണ്. മറ്റേ പുള്ളിക്കാരത്തേക്കും കടിച്ചില്ലേ? പുള്ളിക്കാരത്തി കടിച്ചു. ആ പുള്ളിക്കാരത്തി കടിച്ചപ്പോൾ പ്രഷർ കൂടി കാരണം ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. മരുന്ന് കൊടുത്തിരിക്കും. പുള്ളിക്കാരത്തി ആദ്യം കടിക്കുന്നത്. ഇതാണ് രാവിലെ ഇവരെ പള്ളി വെച്ച് ആക്രമിക്കുന്ന രംഗങ്ങൾ. CCTV ദൃശ്യങ്ങളാണ്. ചോരയുണ്ട്. മുണ്ട് കുട്ടിയാണ് അടിച്ചല്ലേ? അല്ല, മുണ്ട് ചോര പറ്റിയാണ്. അതെ, ഈ ചോര ഇഞ്ചക്ഷൻ എടുത്തേ. നിങ്ങൾ 2 പേർക്കിട്ട് അടിച്ചല്ലോ? ഇത്രയൊക്കെ കാണുന്നുള്ളൂ. നമ്മളെല്ലാം അടിക്കും തോറും. നമ്മുടെ നാട്ടിലൊക്കെ തെരുവ് നായ്ക്കളുടെയും പേപ്പട്ടികളുടെയൊക്കെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോർഡുണ്ട്, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ മറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ നമുക്ക് യാതൊരു സഹായവും കിട്ടുകയില്ലെന്നുള്ളത് ഇന്നത്തെ ഈ സംഭവത്തിലൂടെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. കാരണം വിളിക്കേണ്ടിടത്ത് മുഴുവൻ വിളിച്ചിട്ടും ഒരു രക്ഷയുമില്ലായിരുന്നു.